Watch full episodes on Jio Hotstar. നിൽക്കൂ, ഭൂതം പ്രേതമൊന്നുമില്ല. ഇതാരും പേടിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിൽ ചെന്ന് നോക്കാം. ബാ. എല്ലാ കുട്ടികളെ ഞങ്ങൾ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിപ്പിച്ചല്ലോ. അതെ അതെ, ഇനി നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരൊറ്റ പിള്ളേർ അകത്തേക്ക് കയറ്റരുത്. എല്ലാറ്റിനെയും പേടിപ്പിക്കണം. അതെ യൂഡി, ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ. വാ, നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പറയൂ, മുൻപിൽ വാ. ഇവിടെയുള്ള ഏതോ ചെയറും ടേബിളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് മുൻപിൽ വന്നോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ ചെയറും ടേബിളും ഞാൻ തട്ടിയും മുട്ടിയും ചോദിക്കും. ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നിരിക്കുകയാണ്. മര്യാദക്ക് വഴിന്ന് മാറ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും കടിച്ചു മുറിക്കും. മാറിനട പിള്ളേരെ, മാറ്. ചേർന്നെങ്ങനെ സംസാരിക്കാൻ പറ്റുക? ലഡു സിംഗ് സാർ, എനിക്ക് ഞാൻ പറയുന്ന കേക്ക്. വേഗം എഴുന്നേൽക്ക് നോക്ക്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ താഴെ വന്ന് വീണത്? ശിവ, ചേറ് സംസാരിക്കുന്നു, ടേബിള് സംസാരിക്കുന്നു. ഓഹോ ലഡു സിംഗ് സാർ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ? ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നല്ലോ. എന്റെ ഒപ്പം വരൂ, നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം. ശിവ, ആ ചെയറും ടേബിളും അവിടെയുള്ള സ്റ്റോർ റൂമിലേക്കാണ് പോയിരിക്കുന്നത്. ആ ടേബിളും ചെയറും ഇവിടെ ഉള്ളതിൽ തന്നെ കാണും. ഹലോ, സംസാരിക്കുന്ന ടേബിളും ചെയറും എവിടേക്ക് പോയി? എവിടെ കാണുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപ് വന്ന് നിൽക്കാനാ പറഞ്ഞത്. എന്ത് പറ്റി ശിവ? ഇവിടെ ഭൂതമുണ്ടെന്ന് എല്ലാ കുട്ടികളും പറയുന്നു. ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ചെയറും മേശയൊക്കെ എങ്ങനെ സംസാരിക്കാനാ? സർ, ഇവിടെയുള്ള കുട്ടികളുടെ വിചാരം ഇവിടെ ഭൂതത്തിന്റെ ചെയറും ടേബിളും ഉണ്ടെന്നാണ്. ഞാനും നേരിട്ട് കണ്ടതാണ് സർ. ഒരു ചെയറും ടേബിളും വേഗത്തിൽ ഓടി ഈ സ്റ്റോർ റൂമിനകത്ത് കേറുന്നത് കണ്ടു. ദിസ് ഈസ് അൺബിലീവബിൾ. ഇതുപോലൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല, കേട്ടിട്ടേയില്ല. എന്തായാലും ശിവ, ക്ലാസ് കഴിയാനുള്ള നേരമായി. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകാൻ നോക്ക്. ഇവിടെയുള്ള കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഈ ലഡു സിംഗ് സാറ് ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു കുഴപ്പമുണ്ടാതെ പുള്ളി തന്നെ നോക്കിക്കോളൂ. എന്ത്? ഞാൻ ഒറ്റയ്ക്കോ? ലഡു സിംഗ് സാറേ, നിങ്ങൾ ഈ വേദ നഗരത്തിന്റെ പ്രശസ്തനായ ഇൻസ്പെക്ടർ അല്ലേ? ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും സുരക്ഷിതത്വം സാറല്ലേ നോക്കേണ്ടത്? എന്താ ശരിയല്ലേ? അതെ, ഞാനാകെ തളർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ ഒരു ചിന്തയുള്ളൂ, ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നുള്ളത്. ഞാനും ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാരും മറന്നു പോവുകയാണ്. മനുഷ്യന്മാര് പേടിക്കുന്നത് സ്വാഭാവികമല്ലേ? എന്തവര് മനസ്സിലാക്കാത്തത്? അതെ, ഇവിടെ തന്നെ നിന്നോളേ. രാത്രി എനിക്ക് ചിലപ്പോ പേടിച്ചാൽ ഞാൻ ശിവനെ വിളിക്കും. അതുകൊണ്ടാണ്. പ്ലീസ് പ്ലീസ്. ഓക്കേ ലഡു സിംഗ് സാർ, ധൈര്യമായിട്ടിരിക്ക്. അതെ, ഇവിടെ ആരെങ്കിലും ഇപ്പൊ സംസാരിച്ചിരുന്നോ? അല്ലെങ്കിലും ടേബിളിലും ചെയറിലൊക്കെ സംസാരിക്കാൻ പറ്റുമോ?
അവറ്റങ്ങൾക്ക് ഓടാൻ കഴിയുമോ പറയോ? ലഡു സിംഗ് സാറേ പറഞ്ഞത് ശരിയാ. ടേബിളും ചെയറും മനുഷ്യനെ പോലെ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല. എന്റെ അമ്മോ ഭയങ്കര ഭാരം. എനിക്ക് രാവിലെ ഓടാനും മനുഷ്യ. ഓഹോ, കറക്റ്റ്. അത് ശരിയാ. എനിക്ക് ഭാരം അല്പം കൂടുതൽ തന്നെയാണ്. അതെ, എന്നോട് ഇപ്പൊ ഇവിടെ ആരാണ് സംസാരിച്ചത്? ആരാണെന്ന് ചോദിച്ചില്ലേ? ആരാണെന്നൊന്ന് പറഞ്ഞൂടെ? ഞാനിപ്പോ എവിടെ കയറിയിരിക്കുന്നു? അയാള് തന്നെയാണ് തന്റെ ഭാരത്തെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് മനുഷ്യൻ മാറാൻ നോക്ക്. എനിക്ക് പോ വേഗം വേഗം. പതുക്കെ വേണം. ലഡുസിംഗ് സാർ പേടിക്കണ്ട, ദാ ഞാൻ എത്തി. രക്ഷിക്കണേ, ഈ കസാരന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ ഒന്ന് ഇറക്കി വിടൂ പ്ലീസ്. വേണ്ട. ലഡുസിംഗ് സാർ എവിടെയാണ്? നിങ്ങൾ എങ്ങോട്ടാ പോയത്? ശിവ, നിനക്കറിയോ ഈ റൂമിനകത്തൊരു ഭൂത കസാല ഉണ്ട്? നീ കണ്ടോ അതിനെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ശിവ നമുക്ക് ഇവിടുന്ന് പോകാം ശിവ. എനിക്ക് പേടിയാകുന്നു. ഇവിടെ ശരിക്കും ഭൂതങ്ങളുണ്ട്. പേടിക്കണ്ട, എല്ലാ ക്ലാസ് റൂമിന്റെ വാതിൽ നമുക്ക് അടച്ചിട്ടേക്കാം. നാളെ രാവിലെ വന്ന് എന്താണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. ഞാൻ വരാം. ലഡുസിംഗ് സാർ എവിടെയാ? പുള്ളിക്ക് തീരെ സുഖമില്ല. മരുന്ന് മേടിക്കാൻ കടയിലോട്ട് പോയിരിക്കും. ഇപ്പൊ വരും. അല്ല ശിവ, നീ വന്നു. താങ്ക് യു. ഹാ ലഡുസിംഗ് സാർ, ഞങ്ങൾ എല്ലാവരും സാറിനെ സഹായിക്കാന്ന് കരുതിയാണ് വന്നത്. താങ്ക് യു ശിവ. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് എന്റെ മുട്ടുകാല് വിറയ്ക്കാണേ. ലഡുസിംഗ് സാർ ഇങ്ങനെ പേടിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അതെന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? വരൂ നോക്കാം. വിട്ടോ. ഹലോ, ഡാൻസ് ഒക്കെ വേഗം നിർത്തിക്കോ. ആരാണെന്ന് മര്യാദക്ക് വേഗം പറയാ. ഞങ്ങള് ഭൂതങ്ങളാണ്. മാറ് ചെക്ക. മര്യാദക്ക് നീ വഴിന്ന് മാറിയില്ലെങ്കിലേ നിന്നെ ഞാൻ കടിച്ചു മുറിക്കും കുട്ടി. കേട്ടല്ലോ? ഇതെന്താണെന്ന് നോക്കണേ. ഇപ്പൊ ടേബിളിനോടും ചെയറിനോടും പറയേണ്ടി വരുന്നു. എന്നെ കൊട്ടിയെന്ന് വിളിക്കരുത് ടേബിൾ മാഷേ. ശിവ എന്നാണ് എന്റെ പേര്. എന്റെ പേരാണ് ടാഗയെന്ന്. ഈ സ്കൂളിന്റെ സ്ഥലം കൈക്കലാക്കാൻ ഞാനാണ് ഈ ടേബിളും ചെയറും ഇവിടെ കൊണ്ടുവന്നിട്ടത്. എല്ലാവരെയും പേടിപ്പിച്ചോടിക്കാനായിട്ട്. കൊച്ചു കുട്ടികളൊക്കെ ഈ ടേബിളും ചെയർ കണ്ട് പേടിച്ചോടിയാൽ ഈ സ്കൂൾ എനിക്ക് കിട്ടുമെന്നും കരുതി ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. പക്ഷെ നീയോ എന്റെ മോഹങ്ങൾ മുഴുവൻ തല്ലി തകർക്കാൻ നോക്കി. ഈ കുട്ടിയെ വെറുതെ വിടരുത്. ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ കരുതി ഈ സ്കൂളിലെ പിള്ളേരെ പേടിപ്പിച്ച് ഓടിപ്പിച്ചാൽ ഈ സ്ഥലം മുഴുവൻ എന്റേതായി കഴിഞ്ഞ് ഇതിൽ നിയമവിരുദ്ധമായ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച് കടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ പ്ലാൻ എല്ലാം വെള്ളത്തിലായി. ശിവയെ പോലെ
പോലെ നല്ല ബലശാലിയും ബുദ്ധിയുമുള്ള കുട്ടി ഉണ്ടായാൽ അവിടെ ഒരു ഭൂതത്തിന് പോലും പ്രവേശിക്കാൻ പറ്റില്ല. വളരെ നന്ദി ശിവ, വളരെ നന്ദി. നമ്മുടെ സ്കൂളിൽ നീ രക്ഷിച്ചിരിക്കുന്നു. അതെ ശിവ, നീ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. നീ വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം വിശ്രമിക്ക്. ഓക്കെ, ഞാനൊന്ന് മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് വന്നോളാം. നിങ്ങൾക്ക് അറിയണ്ടേ, ഞാൻ ആ ഭൂതക്കശാലയും ടേബിളും വെച്ചോണ്ട് നാടകം കളിച്ച കള്ളന്മാരെ എങ്ങനെ പിടിച്ചതാന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.